ഒരു സങ്കടകരമായ വാർത്ത വരുന്നുണ്ട്. അത് കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ അമിത രക്തസ്രാവത്തെ തുടർന്ന് വിദ്യാർത്ഥിനി മരിച്ചു എന്നുള്ളതാണ്. പരപ്പ സ്വദേശിനി 16-കാരിയായ ഗർഭിണിയാണ് മരിച്ചതെന്ന് പോലീസ് പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറയുകയാണ്. ഇന്ന് പുലർച്ചെയാണ് അമിത രക്തസ്രാവത്തെ തുടർന്ന് കുട്ടിയെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സരീഷ് പേക്കുണ്ട്. സരീഷ്, ഈ സാഹചര്യം കുറച്ച് ഗുരുതരമാണെന്ന് മനസ്സിലാകുന്നു. എന്താണ് നടന്നത്? ഇന്നലെ രാത്രിയാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് പരപ്പയിലെ 16-കാരിയെ രക്തസ്രാവത്തെ തുടർന്ന് ഈ വെള്ളരിക്കുണ്ടിലെ തന്നെ ഒരു ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ അവിടെ നിന്നും അടിയന്തരമായി മംഗലാപുരത്തെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടണം എന്നൊരു നിർദ്ദേശം പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ രക്തസ്രാവം തടയാനായില്ല. അതിനെ തുടർന്നാണ് ഈ 16-കാരി മരണപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ പോലീസ് ഈ കാര്യത്തിൽ ഇടപെടുകയും വെള്ളരിക്കുണ്ട് പോലീസ് ഈ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. പ്രാഥമികമായുള്ള അന്വേഷണത്തിൽ പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ 16-കാരി ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ്. ആ ഗർഭം അലസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഒറ്റമൂലി നൽകിയതാകാം. ഈ രക്ഷിതാക്കൾ തന്നെ ഒറ്റമൂലി നൽകിയതാവാം ഈ അമിത രക്തസ്രാവത്തിന് കാരണം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രാഥമികമായി മാത്രമാണ് ഈ അച്ഛന്റെയും അമ്മയുടെയും മൊഴി ഇപ്പോൾ വെള്ളരിക്കുണ്ട് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം. ഇന്ന് ഉച്ചയോടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പ്രാഥമികമായൊരു വിവരം അല്ലെങ്കിൽ പ്രാഥമിക നിഗമനത്തിലേക്ക് എത്താനാകും എന്നുള്ളത് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ RDO ഉൾപ്പെടെയുള്ളവരെ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ ആക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ വെള്ളരിക്കുണ്ട് പോലീസിന് മുന്നിലുള്ളത്. എന്തായാലും 16-കാരിയുടെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. അത് ഏത് രീതിയിലാണ്, ഇനി കൊലപാതകമാണോ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും രക്ഷിതാക്കൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ശരി സരീഷ്.